ഇറിഗേഷൻ മ്യൂസിയം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെറുതോണിയിൽ നടന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികളാണ് സർക്കാരിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് ചെറുതോണി ആലഞ്ചൂട് ഭാഗത്ത് പുതുതായി ആരംഭിക്കുന്ന ഇറിഗേഷൻ മ്യൂസിയം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സാംസ്കാരിക വകുപ്പിന്റെ കൾച്ചറൽ സെന്റർ, മൾട്ടിപ്ലക്സ് തിയേറ്റർ, വ്യവസായ വകുപ്പ് കിൻഫ്ര മുഖേന നടപ്പിലാക്കുന്ന മിനി ഫുഡ് പാർക്ക് എന്നിവയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ചെറുതോണി അതിമന്ദിരത്തിൽ ചേർന്ന ഉദ്യോഗസ്ഥതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയുടെ സമഗ്ര വികസനത്തിന് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ടൂറിസം പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർത്തത്. ഈ മീറ്റിംഗിൽ ഇടുക്കിയിൽ ആരംഭിക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിലയിരുത്തപ്പെടുകയുണ്ടായി. ഇടുക്കി ആലഞ്ചൂട് മുതൽ ഇടുക്കി വരെ എത്തി നിൽക്കുന്ന പ്രദേശത്ത് DTPCയുടെ കൈവശമുള്ള സ്ഥലം വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള അനുമതി DTPCയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇറിഗേഷൻ മ്യൂസിയം എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ കേരളത്തിൽ തന്നെ ആദ്യമാണ്. ഇറിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അത് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രയോജനകരമാക്കത്തക്ക വിധത്തിലും എന്നാൽ പൊതുജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാകുന്ന രീതിയിലും ഒരു മ്യൂസിയം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായി പ്ലാൻ ചെയ്തിരുന്നത്. അതിൽ എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി യൂണിറ്റും എല്ലാം അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാവും. 25 ഏക്കർ സ്ഥലമാണ് അതിനുവേണ്ടി ആവശ്യപ്പെട്ടത്. ലഭ്യമായതും 25 ഏക്കർ സ്ഥലമാണ്. പിന്നീട് അനുബന്ധമായിട്ടാണ് ഇടുക്കിയിൽ തന്നെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ, സാംസ്കാരിക മ്യൂസിയം, മിനി ഫുഡ് പാർക്ക്, അതും ഇതിനോടനുബന്ധമായി തന്നെ ഒരുമിച്ച് ചെയ്യാൻ കഴിയത്തക്ക നിലയിലൊരു പദ്ധതിക്കാണ് രൂപം നൽകുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ CMD അതിൻ്റെ ടോട്ടൽ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അനുമതി നൽകി കഴിഞ്ഞു. ആലഞ്ചൂട് ഭാഗത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ചും ഇതിനാവശ്യമായ സ്ഥല സൗകര്യങ്ങളെക്കുറിച്ചും വിവിധ വകുപ്പുകൾ യോഗത്തിൽ വിശദീകരിച്ചു. DTPCയുടെ സ്ഥലത്താണ് പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തെ ഭൂപ്രകൃതിക്കനുസരിച്ച് വിവിധ തട്ടുകളായി ക്രമീകരിച്ച് നിർമ്മാണം നടത്തുന്നതാണ് ഉചിതമെന്നും പദ്ധതികൾക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകുന്നതിനുള്ള സർവേ അടിയന്തര സ്വഭാവത്തോടെ ഈ മാസം 30-നുള്ളിൽ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജലവിഭവ വകുപ്പ് പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി 26 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം വിവിധ വകുപ്പുകൾ നൽകുന്ന രൂപരേഖകൾക്ക് അനുസൃതമായി അതത് വകുപ്പുകൾ തുക അനുവദിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പം നാളെ കഴിഞ്ഞ് തന്നെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. 10 ദിവസം കൊണ്ട് തന്നെ ടോട്ടൽ സ്റ്റേഷൻ നടത്തി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് എവിടെയൊക്കെ ആയിരിക്കും ഈ സ്ഥലം കൊടുക്കാൻ കഴിയുന്നത്. അപ്പം തിയേറ്ററിന് വേണ്ടിയാണെങ്കിൽ 2 ഏക്കർ സ്ഥലം കണ്ടെത്തണം. സാംസ്കാരിക മ്യൂസിയത്തിന് 5 ഏക്കർ സ്ഥലം വേണം. മിനി ഫുഡ് പാർക്കിന് 10 ഏക്കർ വേണം. അതോടൊപ്പം തന്നെ മെയിൻ റോഡ് നമ്മുടെ നാഷണൽ ഹൈവേ ആണ്. അപ്പം അതിന് ഭാവിയിലുണ്ടാകാവുന്ന എക്സ്റ്റൻഷനും കൂടെ കണക്ക് കൂട്ടിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വിപുലമായ ഒരു ടൂറിസം പദ്ധതി തന്നെ ഇടുക്കിയെ കേന്ദ്രീകരിച്ച് വരുന്നു. കുടിയേറ്റ സ്മാരകം നിലനിൽക്കുന്ന പ്രദേശത്ത് ഓൾറെഡി ചില പദ്ധതികളുണ്ട്. അതോടൊപ്പം എക്കോ ലോഡ്ജിൻ്റെ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ സ്കീമുകൾ ഇതിനോടനുബന്ധമായി തന്നെ അവിടെ തുടർന്ന് വരുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്നത്. അപ്പം സമയബന്ധിതമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നടപടികൾ വളരെ പെട്ടെന്ന് ചെയ്യുന്നതിനും വേണ്ടിയാണ് സർവേ പൂർത്തീകരിച്ച് ലാൻഡ് ട്രാൻസ്ഫർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകി ഈ പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല നിലയിൽ അതിനുള്ള തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നു. ഇനിയും ഒരു മീറ്റിംഗ് കൂടെ താമസിയാതെ എടുത്ത് അനന്തര നടപടിയിലേക്ക് പോകാനാണ് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ യോഗത്തിൽ ഇടുക്കി തഹസീൽദാർ ഡിക്സി ജോസഫ്, DTPC സെക്രട്ടറി ജിതേഷ് ജോസ്, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രതിനിധി സേവ്യർ CC, കിൻഫ്ര ഓഫീസർമാരായ അനിൽകുമാർ B, ഹാരി C, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രശാന്ത് B, സൈറ്റ് എഞ്ചിനീയർ സുബിൻ PS, മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രോജക്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രമണി KS, താലൂക്ക് സർവേയർ C മണി, ഹെഡ് ക്ലാർക്ക് സജുമാത്, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതിനിധി ബിനോയ് സെബാസ്റ്റ്യൻ എന്നിവരും പങ്കെടുത്തു.